ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളുടെ 2025 ഫസ്റ്റ് Q&A ആണ്. ഇന്ന് ഞാൻ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എക്സെപ്റ്റ് ഫസ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ യു ഡൂയിങ് ഇൻ കൊറിയ? ഹൗ ഡിഡ് യു ഗോ ടു കൊറിയ? വിച്ച് യൂണിവേഴ്സിറ്റി യു ആർ സ്റ്റഡിങ്? ഓക്കെ, സോ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ കൊറിയയിൽ വന്നത് കൊറിയൻ ലാംഗ്വേജ് കോഴ്സ് പഠിക്കാനാണ്. ഇപ്പം ആ കോഴ്സ് കഴിഞ്ഞു. ഞാൻ ലെവൽ 3 സ്റ്റാർട്ട് ചെയ്തു. ലെവൽ 5 വരെയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മതി നമുക്ക്. ഇപ്പം ഞാൻ ആ 5th ലെവൽ കഴിഞ്ഞ് വെക്കേഷൻ ടൈമാണ്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന്. ഒബ്വിയസ്ലി ജോബാണ്, പക്ഷേ എൻ്റെ വിസ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സോ നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട് ടു ഫിഗർ ഇറ്റ് ഔട്ട്. പിന്നെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചതെന്നല്ലേ? സുങ്ഷിൽ യൂണിവേഴ്സിറ്റി ആണ് ഞാൻ പഠിച്ചത്. ഇത് ആക്ച്വലി ഞാൻ പുതിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ചിലപ്പോൾ ഇത് അറിയുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഓൾറെഡി ഉണ്ടാവും. സോ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ടു കം ടു കൊറിയ ആഫ്റ്റർ 12th ആൻഡ് വിച്ച് കോഴ്സ് ഇസ് ബെറ്റർ? നമുക്ക് പോസിറ്റീവായിട്ട് തുടങ്ങാം. 12th കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊറിയയിൽ വരാവുന്നതാണ്. ഓക്കെ, അതും വിത്ത് സ്കോളർഷിപ്പ്. പലതരം സ്കോളർഷിപ്പ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിലൊന്ന് മാത്രമാണ് GKS. അതിനുവേണ്ടി നിങ്ങളിപ്പം ചെയ്യേണ്ടത് നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കുക. കാരണം ഈ സ്കോളർഷിപ്പൊക്കെ കിട്ടാൻ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത് ബെറ്റർ, അത് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, അതിനനുസരിച്ച് വേണം നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ, താല്പര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുക. അത് കൊറിയയിലുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, സ്കോളർഷിപ്പ് വാങ്ങിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ക്യാൻ യു പ്ലീസ് ടോക്ക് അബൌട്ട് GKS? ഗൈസ്, ഫസ്റ്റ് തിങ് ഈസ്, ഞാനൊരു GKS സ്കോളർ അല്ല. ഓക്കെ, ഞാൻ ഇവിടെ വന്നത് എന്നെ സെൽഫ് സ്പോൺസർ ചെയ്തിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ GKSനെ പറ്റി വലിയ വിവരമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ GKSനെ പറ്റി റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞു തരണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്. പക്ഷേ അത്രയും ആൾക്കാർ പറഞ്ഞാലേ ഞാനത് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നാണ് എൻ്റെ ഒരു, കാരണം ഞാൻ അത്രയും എഫേർട്ട് ഇടുന്ന കാരണം. സോ നിങ്ങളൊരു 100 പേരെങ്കിലും കമൻറ്റിൽ പറയുകയാണ് ചേച്ചി GKSനെ പറ്റി സംസാരിക്കുന്നു പറയുകയാണെങ്കിൽ ഐ വിൽ മേക്ക് ദാറ്റ് വീഡിയോ. ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് റിസർച്ച് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഞാൻ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ക്യാൻ ഐ ഗെറ്റ് എ ജോബ് ഇൻ കൊറിയ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ എത്രത്തോളം അർഹയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്കിപ്പോൾ ഒരു ജോബ് ഇല്ലല്ലോ. പക്ഷേ ഒരിക്കൽ ജോബ് കിട്ടിയായിരുന്നു. ഓക്കെ, അത് ചില കാരണം കൊണ്ട് എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഇപ്പം ഞാൻ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സോ എനിക്കറിയാം കുറച്ച് സ്റ്റെപ്സ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോപ്പിക് ലെവൽ 4 അല്ലെങ്കിൽ അതിൻ്റെ മേലെ. ഓക്കെ, അതുണ്ടെങ്കിലാണ് കമ്പനീസ് നിങ്ങളെ കൺസിഡർ ചെയ്യുക. ഇനി അറിയാത്തവർക്കായിട്ട് ടോപ്പിക് എക്സാം എന്ന് പറയുന്നത് കൊറിയൻ എബിലിറ്റി ടെസ്റ്റാണ്. അത് നിങ്ങൾ എഴുതണം ആൻഡ് പാസ്സാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്യൂമെ കൊറിയനിലും ഇംഗ്ലീഷിലും പ്രിപ്പയർ ചെയ്തിട്ട് ജോബ് പോർട്ടൽസ് ലൈക്ക് സാരാമിൻ, ക്രാഗ് ലിസ്റ്റ്, ജോബ് കൊറിയ, ലിങ്ക്ഡിൻ ഇതിലൊക്കെ അപ്ലോഡ് ചെയ്യുക. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾ കൊറിയനിൽ ഉണ്ടാക്കിയ റെസ്യൂമെ ഒരു കൊറിയനായിട്ട്, നന്നായിട്ട് കൊറിയൻ അറിയുന്ന ഒരാളുമായിട്ട് ചെക്ക് ചെയ്യണം. എല്ലാം നിങ്ങൾ യൂസ് ചെയ്ത ടേംസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് കൊറിയൻ ഫ്രണ്ട്സിനൊക്കെ ഹെലോ ടോക്ക് ആപ്സിലൂടെയൊക്കെ പരിചയപ്പെടാം. നല്ല ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക ആൻഡ് ഡു ഇറ്റ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിക്രൂട്ടേഴ്സ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പറ്റിയ ജോബ്സ് ഈ ഒരു ആപ്സിലൊക്കെ കണ്ടുപിടിച്ചിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സ് എന്ന് പറയുന്നത് വേഗുഗിൻ, അതായത് ഫോറിനർ, ഇന്തോ, ഇന്ത്യ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിങ്ങിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ്, IT ജോബിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ്റെ പേര് അതൊക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇൻ്റർവ്യൂ വിൽ ബി ത്രൂ സൂം കോൾ അല്ലെങ്കിൽ ടീംസ് കോളൊക്കെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഫോർമൽസിൽ ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുക ആൻഡ് നന്നായിട്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക ആൻഡ് പാസ്സാവുക. അഞ്ചാമത്തെ പോയിന്റ്,
get the job and come to Korea. നമ്മളുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് how did you convince your parents or how to convince parents about studying abroad? എനിക്ക് എൻ്റെ പാരൻസിനെ അത്ര കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. മേ ബി ബിക്കോസ് ഓഫ് മൈ ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, അതുകൊണ്ടൊക്കെ ആയിരിക്കണം. ബട്ട് നിങ്ങൾ പിള്ളേരായ കാരണം നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരും. ഐ നോ ദാറ്റ്. ഒന്നാമത്തെ പോയിന്റ്, സപ്പോസ് കൊറിയയിലോട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊറിയ ഈസ് സേഫ് ടു ലിവ്. ഓക്കെ. രണ്ടാമത്തത് സ്കോളർഷിപ്പ്. വീട്ടുകാർ പൈസ ചിലവാക്കണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് പകുതി സമാധാനമാവും. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു കോഴ്സ് കൊറിയയിൽ ചെയ്താൽ എത്രത്തോളം നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതാണെന്ന് അവരെ കൺവിൻസ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുക. ഓക്കെ. അവസാനമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളിപ്പോൾ പിള്ളേരാണല്ലോ, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിലൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കുക. അവരുടെ ഒരു നല്ല എന്താ പറയുക സൈഡ് നിങ്ങളെക്കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുമ്പോൾ അവർക്ക് നിങ്ങളിലൊരു വിശ്വാസം വരും. ഓക്കെ, അവൾ അവിടെ പോയാലും നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് ചെയ്യും, അവൾ കാര്യമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം. സോ നിങ്ങൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും, അതായത് അബ്രോഡിൽ വരാനുള്ള സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ, പഠിത്തത്തിലൂടെ അവരെ കാണിക്കുക, ഐ ആം ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ് അലോൺ ഇൻ എ ന്യൂ സിറ്റി അല്ലെങ്കിൽ ന്യൂ കൺട്രി. ഓക്കെ. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാവും. ഈ പേടിയും വിശ്വാസക്കുറവൊക്കെ കാരണം കൊണ്ടാണല്ലോ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സമ്മതിക്കാത്തത്. പിന്നെ K-pop, K-drama റീസൺസ് ഒക്കെ പറയാണ്ടിരിക്കുക. കാരണം അതൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയായിരിക്കും നിങ്ങളുടെ പേരൻസും. ഓക്കെ. സോ അതൊക്കെ പറയാണ്ടിരിക്കുക. നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള നല്ല റീസൺസ് പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഷുഡ് ഐ ഡു ടു കം ദെയർ ആൻഡ് ലേൺ ദി കൊറിയൻ ലാംഗ്വേജ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. ഓക്കെ. കാരണം ഞാൻ ചെയ്ത സംഭവമാണല്ലോ. കൊറിയയിലോട്ട് നിങ്ങൾക്ക് വരാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മാർഗം എന്ന് പറയുന്നത് ലാംഗ്വേജ് കോഴ്സിന് വരിക എന്നുള്ളതാണ്. ഓക്കെ. പക്ഷേ അതിന് കുറച്ച് പൈസ വേണം. സോ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യണം. അപ്പാർട്ട് ഫ്രം ദാറ്റ്, അതാണ് ഒരു ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ. ലാംഗ്വേജ് കോഴ്സ് ഇവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെയുള്ള യൂണിവേഴ്സിറ്റി ആദ്യം ഒരു റീസൺ കണ്ടുപിടിക്കുക. ഓക്കെ, എന്തിനാണ് നിങ്ങൾ ഈ ലാംഗ്വേജ് കോഴ്സ് ചെയ്യുന്നതെന്ന്. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ IT ജോബായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് കൊറിയൻ ആസ് എ ഹോബി. പിന്നെ എനിക്ക് തോന്നി അവിടെ പോയിട്ട് പഠിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും, നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു കുറച്ചും കൂടെ നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ജോബ് നോക്കാം. അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റലായിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ. കാരണം എനിക്ക് തോന്നുന്നു എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഏജൊക്കെ എനിക്ക് ആയെന്ന് തോന്നി. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. കാരണം ഇതൊരു എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ എന്നെ പൊക്കി പറയല്ല. കാരണം ഇത് ഭയങ്കര അൺസർട്ടൈൻ ആണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താ ചെയ്യാന്ന് അറിയില്ല. എനിക്കിപ്പോൾ ജോബില്ല ഗൈസ്, പക്ഷേ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് എനിക്ക്. അത് എവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എല്ലാം നല്ലപോലെ നടക്കുന്നുള്ളൊരു വിശ്വാസം എനിക്ക് നല്ലോണം ഉണ്ട്. അത് കാരണം ഞാനങ്ങനെ ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിവേ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ലാംഗ്വേജ് കോഴ്സ് എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറേ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൽ നല്ല കുറച്ച് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. അവരുടെ വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് അവരുടെ ലാംഗ്വേജ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക. അവരെങ്ങനെയാണ്, എത്രത്തോളം ഫെസിലിറ്റീസ് ആണുള്ളത്, അതിൻ്റെ പൈസ എത്രയാണ്, ഇതൊക്കെ അന്വേഷിക്കുക. എന്നിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് അന്വേഷിക്കുക. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉള്ളത് നോക്കുക. നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. ഒരു 2-3 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ. ഒന്നിൽ അപ്ലൈ ചെയ്യരുത്. 2-3 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിലേറെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുക്കണ്ട. ഓക്കെ. നിങ്ങളുടെ അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയാൽ മാത്രം നിങ്ങൾ പൈസ കൊടുത്താൽ മതി. സോ ഡോണ്ട് വറി. എന്നിട്ട് അക്സെപ്റ്റ് ചെയ്തതിൻ്റെ ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. ആൻഡ് വിസയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യുക. ഓക്കെ. ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് വെക്കുക. നിങ്ങളുടെ അക്കൗണ്ടിൽ $10,000 മിനിമം വേണം. അത് 6 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം എന്നുള്ളൂ. 6 മന്ത്സ് മുതലേ നിങ്ങളുടെ അക്കൗണ്ടിൽ $10,000 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 lakhs rupees ആണ്. 10 lakhs rupees വേണമെന്നില്ല. ഓക്കെ. അതൊരു
1 വീക്ക് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടാലും മതി. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ സമയത്ത്. എനിവേ, അപ്പോൾ അതാണ്. എന്നിട്ട് വിസ അപ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കൊറിയയിലോട്ട് വരാം. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിൽ കൊറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ആൻഡ് ടോപ്പിക് എക്സാംസ് എപ്പോഴാണ് നടക്കാറ്? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, കേരളത്തിൽ അങ്ങനെ ഒന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ഇനിയിപ്പോൾ ഞാൻ തുടങ്ങുകയാണെങ്കിലേ ഉള്ളൂ. ടോപ്പിക് എക്സാം ഇന്ത്യയിൽ 4 തവണയാണ് നടക്കാറ്. 2 times ഇൻ പൂനെ ആൻഡ് 2 times ഇൻ സം അതർ ലൊക്കേഷൻസ്. ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ആൻഡ് ഈ വർഷത്തെ ആദ്യത്തെ എക്സാം ഇസ് ഓൺ May 11th. ഓക്കെ, അതിൻ്റെ രജിസ്ട്രേഷൻ ടൈം കഴിഞ്ഞു തോന്നുന്നു. നെക്സ്റ്റ് എക്സാംസിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ടോപ്പിക്സ് എക്സാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. എവിടെ പോയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ആൻഡ് നൈസ് ക്വസ്റ്റ്യൻ ആണ്. Can you give a little motivation to people who are really homesick but have a big dream to travel alone and live outside India? മോട്ടിവേഷൻ കൊടുക്കാൻ നമ്മൾ അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരി മോട്ടിവേഷൻ തരാം. നിങ്ങൾ ഹോംസിക്ക് ആയിട്ടുള്ള ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ ഒരു ദിവസം പോയി നിൽക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ സ്റ്റേ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്താലും നിങ്ങൾക്ക് ഒരു അബ്രോഡ് പോയി നിൽക്കുമ്പോൾ ഹോം സിക്കാവും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് 4 വർഷം തൃശ്ശൂരും പിന്നെ ഒരു 7 വർഷം ചെന്നൈയിലൊക്കെ നിന്ന ആളാണ്. സ്റ്റിൽ കൊറിയയിൽ വന്നപ്പം ഹോം സിക്കായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തായാലും ഹോം സിക്ക് ഉണ്ടാവും എന്നുള്ളത് 100% ഷുവറാണ്. ഓക്കെ, പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്നും സാക്രിഫൈസ് ചെയ്യാണ്ട് എപ്പോഴും സന്തോഷമായിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടാലേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിനെ പിരിഞ്ഞു നിന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണാതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇരിക്കുക എന്നുള്ളതാവാം. ഓക്കെ, സോ കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് അബ്രോഡ് പോയിട്ട് കുറച്ച് ഒരു എന്താ പറയുക, ഡീമോട്ടിവേറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ഹോം സിക്ക് ആവുമ്പോൾ, വിഷമം വരുമ്പോൾ നിങ്ങളുടെ എൻഡ് ഗോള് ആലോചിക്കുക. നിങ്ങളുടെ പേരൻസ് നിങ്ങളെ വിചാരിച്ച് പ്രൗഡാവുന്നത് ആലോചിക്കുക. അപ്പം നിങ്ങൾക്ക് എവിടെ നിന്നാണെന്നറിയില്ല ഒരു എനർജിയൊക്കെ കിട്ടും. ഓക്കെ, ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, നമ്മളുടെ പേരൻസ് നമുക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ആൻഡ് എഫേർട്സ് ആൻഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പേരൻസിൻ്റെ പൈസ, എഫേർട്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു മക്കളാവണോ നിങ്ങൾക്ക്? അതോ അവരുടെ സാക്രിഫൈസ്, എഫേർട്ടൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവരെ പ്രൗഡാക്കുന്ന, നിങ്ങളിലൂടെ അവർക്കൊരു നല്ല ജീവിതം കൊടുക്കുന്ന മക്കളായിട്ട് മാറണോ നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, അപ്പോൾ അവരെ ഹാപ്പി ആക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളും ഹാപ്പി ആകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ട്, കുറച്ച് സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു നല്ല നിലയിലെത്തുന്നത് ഇസ് നൈസ്, റൈറ്റ്? ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ഇത്തിരി മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഫൈറ്റിംഗ് ഗൈസ്. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൊറിയൻ ഡേറ്റിംഗ് ആപ്സ് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടോ? അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഫോർ ദ എക്സ്പീരിയൻസ് ആൻഡ് ഇഫ് ലക്കി യു മൈറ്റ് ആക്ച്വലി മീറ്റ് സംവൺ നൈസ്. ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ഈ സമയത്ത് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാണ്ട് ഡേറ്റിംഗ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ആ ഭാഗത്തോട്ടെ ആലോചിക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ആൻഡ് ഡേറ്റിംഗ് ആപ്സ് എന്ന് പറയുന്നത് അതിലുള്ള എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കൊറിയയിൽ ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേണമെങ്കിൽ എനിക്ക് പോയിട്ട് നല്ല പൈസ ഉള്ള ഒരു റിച്ച് ആയിട്ടുള്ള ആളെ ഡേറ്റ് ചെയ്തിട്ട് സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കാം. പക്ഷേ എനിക്കങ്ങനെ ചെക്കൻ്റെ ചിലവിൽ മാത്രം ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അത് ചിലപ്പോൾ എൻ്റെ ഏജൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ സ്വന്തം കാലിൽ നിന്നുകൊണ്ടായിരിക്കണം. സോ അങ്ങനെ താല്പര്യമില്ലാത്ത കാരണം ഞാനിപ്പോൾ ഡേറ്റിങ്ങിനെ പറ്റി ആലോചിക്കാറില്ല. ആൻഡ് നൗ എപ്പോഴെങ്കിലുമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എനിക്കൊരു റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ വേണമെന്ന് വിചാരിക്കുമ്പം റിലേഷൻഷിപ്പൊന്നും നടക്കില്ല. അത് അതിൻ്റെ
വഴിയായിട്ട് വന്നാലാണ് അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് താല്പര്യം ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി റിച്ച് ആണോ? ഹൗ ഡു യു മാനേജ് യുവർ സ്റ്റഡീസ് ഇൻ കൊറിയ വിത്തൗട്ട് എ സ്കോളർഷിപ്പ്? ഗൈസ്, ഐ എം നോട്ട് റിച്ച്, ഐ എം ഓൾഡ്. ഓക്കെ, അപ്പോൾ എനിക്ക് അത്യാവശ്യം വയസ്സുള്ള കാരണം ഞാൻ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പൈസ സേവ് ചെയ്തിട്ടുണ്ട്. ആ പൈസ സേവ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ലാംഗ്വേജ് കോഴ്സ് ചെയ്തതും ഞാനിപ്പോൾ ജീവിക്കുന്നതും. ഓക്കെ, പിന്നെ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന കാരണം അതിലൂടെയും എനിക്ക് കുറച്ച് പൈസ ഒക്കെ കിട്ടാറുണ്ട്. ചിലപ്പോൾ ഞാൻ പാർട്ട് ടൈം ഒക്കെ ചെയ്യുമ്പോൾ പൈസ കിട്ടാറുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടുത്തെ എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നത്. ഐ എം നോട്ട് റിച്ച് ഗൈസ്, ഐ എം ഓൾഡ്. നമ്മൾ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം മനസ്സിലാവും ഇതെന്തുകൊണ്ടാണ് യൂസ്ലെസ് എന്ന്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് കിം തേയോങ്, വാട്ട് വിൽ യു ആസ്ക് ഹിം? സത്യം പറയാലോ, നിങ്ങളിത് ഞാൻ പറയുന്ന കേട്ടാ വിശ്വസിക്കില്ല എന്നറിയാം, പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനെ പറ്റി ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ലൈക്ക് വാട്ട് വുഡ് ഐ ടെൽ ഹിം ഇഫ് ഐ മീറ്റ് ഹിം? ഐ തിങ്ക് ഫസ്റ്റ് തിങ് ഐ വിൽ നോട്ട് ആസ്ക് ഹിം എനിത്തിങ്. അതായത് ആദ്യത്തെ മീറ്റിൽ തന്നെ ചോദ്യശരങ്ങൾ കൊണ്ട് ആ പുള്ളിക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ ഐ മേ ആസ്ക്, ഹായ്, ഹൗ ആർ യു? ഹാപ്പി ആണോ? ഹിംദുങ്കോ ഒപ്ചോ പ്രൊള്ളിരി ഒപ്ചോ, അതായത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഹാപ്പി ആയിട്ടിരിക്കല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ചോദിക്കുക. വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ? ജസ്റ്റ് കാഷ്വൽ ടോക്സ്. കാരണം ഇറ്റ്സ് അവർ ഫസ്റ്റ് മീറ്റ് ഗൈസ്. ഹൗ ക്യാൻ ഐ ആസ്കിങ് serious questions and all. So yeah, I think I'll think about it. ഇനി ഞാൻ ആലോചിച്ച് വെക്കാം അങ്ങനെ ഒരു ക്വസ്റ്റിനെ പറ്റി. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫൺ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സീരിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ഫണ്ണായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്, കമൻറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. ബിക്കോസ് ഐ വിൽ ബി മീറ്റിംഗ് ഹിം സൂൺ. അപ്പോൾ ഗൈസ്, നമ്മളുടെ Q&A ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ Q&A യൂസ്ഫുൾ ആൻഡ് ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഐ ലവ് യു ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.